വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് റോഡോഗ്രാം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന മാരുതിയുടെ ഏറ്റവും പുതിയ വണ്ടിയാണ് സ്വിഫ്റ്റ് ഡിസൈറുമായിട്ടാണ്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാ. രക്ഷയില്ല, അമ്മാരുടെ ഫിനിഷിങ് കേട്ടോ. ഓടി A4 ഒക്കെ മാറിയേക്കും കിട്ടുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് കണ്ടോ, ഹെഡ്ലൈറ്റ് യൂണിറ്റ് വന്നത് മാറ്റമാണ്. ഭീകരമായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് രണ്ടാമത് പറയാനുള്ളത് ഇതിൻ്റെ ടെയിൽ ലാംപ്സുകൾ, അതും നല്ല കിഡിലിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് സൺറൂഫ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കിഡിലിനൊരു സൺറൂഫ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോണറ്റ് നോക്കി ഇതിൻ്റെ എഞ്ചിൻ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ വരെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂമും പേയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ വന്നിട്ടൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ പുതിയതായിട്ട് വന്നുള്ള ഒരു എഞ്ചിൻ, VZ എഞ്ചിൻ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5700 RPM 81.58 bhp, അതുപോലെ തന്നെ 4300 RPM 111.7 Nm ടോർക്കുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ഡിസൈറിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലിന് വരുന്നത് 24.7, ഓട്ടോമാറ്റിക്കിന് വരുന്നത് 25.7, അതുപോലെ തന്നെ CNGക്ക് വരുന്നത് 33.71. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിഡിലൊരു കേർവ് ഇതിൽ വന്നിട്ട് ആ ലൈൻ ഇന്ന് കണ്ടിന്യൂ ചെയ്ത് എൻഡ് വരെ പോകുന്നുണ്ട്. ഇങ്ങനെ എൻഡ് വരെ പോകുന്നുണ്ട്. ഒരു പ്രത്യേക ലുക്കാണ് ആ ലൈനിങ്ങിന് വരുന്നത് അകലെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1525 mm, അതുപോലെ തന്നെ വിട്ട് എന്ന് പറഞ്ഞാൽ 1735 mm, ലെങ്ത്ത് വരുന്നത് 3995 mm ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് 2450 mm ആണ്. അതുപോലെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് 4.8 മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞാൽ 163 mm ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിന് 15 ഇഞ്ചിൻ്റെ അലവിലാണ് വരുന്നത്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 185, അതുപോലെ അതിൻ്റെ ഈ ടയറിൻ്റെ ഈ ഒരു ഹൈറ്റ് വരുന്നത് 65 ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 382 ലിറ്ററാണ്. നമ്മളെപ്പോലെയുള്ള വർക്കേഴ്സിനൊക്കെ ഇഷ്ടം പോലെ ലഗേജും കാര്യങ്ങളും ഇതിനകത്ത് കുത്തിയിറച്ചി കൊണ്ടാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഈ സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ ലുക്ക് ഇല്ല, ഈ ഒരു ഡിസൈറിൻ്റെ ലുക്ക് മാരകമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷാർപ്പിൻ ആൻറ്റിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്ന കിഡിലൊരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. 3D ട്രിനിറ്റി റിയൽ ലാമ്പ് യൂണിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഫ്രണ്ട് ലൈറ്റ് LED ലാമ്പ് യൂണിറ്റ് വരുന്ന 6 സ്പോട്ടിലായിട്ടാണ് വരുന്നത്. ക്രിസ്റ്റൽ വിഷൻ LED ലാമ്പ് യൂണിറ്റാണ് നമ്മുടെ മാരുതിൻ്റെ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് മാരുതി കൊടുത്തിട്ടുള്ളത് പുഷ് ബട്ടൺ സിസ്റ്റമാണ്. നമ്മളതിനായിട്ട് ആദ്യം എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. 1 2 2 പ്രാവശ്യം ഞെക്കി എഞ്ചിൻ സെറ്റാക്കുക. അതിനുശേഷം നമ്മൾ പതുക്കെ ക്ലച്ചും ബ്രേക്കും പിടിച്ചിട്ട് നൈസായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഇത് വരുന്നത് മാനുവൽ വേരിയൻ്റ് ആണ്. ഇത് 5 ഗിയർ പ്ലസ് റിവേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. 5 ഗിയർ വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സൺറൂഫ് വന്നിട്ടെന്നുള്ളതാണത്. മനോഹരമായിട്ടുള്ളൊരു സൺറൂഫാണ്. അത് ഇതുപോലത്തെ വാഹനത്തിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ മോടി കൂട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ വോളിയം, അതുപോലെ മോഡ്സ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ആദ്യമായിട്ടാണ് ക്രൂയിസ് കൺട്രോൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കോളും കാര്യങ്ങളൊക്കെ ഓരോന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെറിൽ കണ്ടുവരാത്തൊരു മറ്റൊരു ഫീച്ചറാണ് ടയറിൻ്റെ പ്രഷർ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാറ്റഗറി വണ്ടിയിൽ. ഇനി നമുക്കിതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡിൻ്റെ സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൽക്കമിസ്റ്റിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുവാണെങ്കിൽ HD മികവോടുകൂടിയ ക്യാമറയാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡും ആപ്പിൾ പ്ലേയും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതൊരു വയർലെസ് ചാർജിൻ്റെ പോർട്ടാണ്. ഇവിടെ നമ്മൾ വെറുതെ മറ്റേ ആപ്പിൾ പോലത്തെ ഫോണൊക്കെ വെറുതെ വെച്ച് കൊടുത്താൽ മതി, തന്നെ ചാർജ് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ AC കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള AC ആണ് ഇരിക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോട് കൂടിയ നല്ലൊരു കിഡിലിന് AC ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല കേട്ടോ, പാസഞ്ചേഴ്സിനുള്ള റിയർ ACയും പുതിയതായിട്ട് സ്വിഫ്റ്റ് ഡിസൈറിൽ വന്നിട്ടുണ്ട്. സാധാരണ വണ്ടിയിൽ കണ്ടുവരുന്ന പോലെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 4 വിൻഡോയും പവർ വിൻഡോയാണ്.
അതുപോലെ തന്നെ 4 പോർട്ടബിൾ ചാർജർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിൽ ഓട്ടോ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പില്ലിയൻ റൈഡേഴ്സിന് നമുക്ക് അത്യാവശ്യമുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കാലൊക്കെ വയ്ക്കാൻ ഞങ്ങൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്, ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നോർമൽ ആൾക്ക് ഇവിടെ കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സ്പേസും ഇതിനകത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഡോറിലും ഇതുപോലെ ബോട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7 കളറുകളിൽ ഡിസയർ അവൈലബിൾ ആണ്. സേഫ്റ്റി ഫീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. 6 എയർ ബാഗും വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ടുള്ള കാര്യങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് നമ്പർ താഴെ കൊടുത്തേക്കാം, അതിലേക്ക് ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓർക്കാണ്. തുടർന്നുള്ള വീഡിയോ കാണുവാനായിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് അമർത്തിക്കോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.